ഈഗലുകൾ. ജീവിതത്തിൽ എന്തു വേണമെന്നു വെച്ചു കാത്തിരിക്കുന്ന കുട്ടികളെ വളർത്താറില്ല. അവർ ആകാശത്തിന്റെ യോദ്ധാക്കളെ വളർത്തുന്നു. ഒരു യുവ ഈഗിൾ പറക്കാൻ ശക്തിയേറുമ്പോൾ അമ്മ അതിനെ സുഖം കൊണ്ട് വളർത്തുന്നത് നിർത്തുന്നു. നെസ്റ്റ് ജോണ് മൃദുവായ ചിറകുകൾ നീക്കിയിട്ട് തള്ളികൾ മാത്രം അവിടെ ഇറക്കുന്നു. എന്തിനുവെന്നാൽ സുരക്ഷ ഇനി പഠിപ്പിക്കില്ല. അതുകൊണ്ടുതന്നെ അത് തടയുന്നു. ഒരിക്കൽ വീടായി തോന്നിയ നെസ്റ്റ് ഇപ്പോൾ ഒരു തടവുകട്ടയാകും. ഇഗ്ലറ്റ് പരാതിപ്പെടുമ്പോൾ ഊർജം കാണിക്കാത്തപ്പോൾ അമ്മ ആശ്വസിപ്പിക്കാതെ അത് തുറന്ന ആകാശത്തിലേക്ക് തള്ളുന്നു. മുന്നറിയിപ്പോ ഇല്ല, കൈപ്പിടിയോടെ കാത്തുനിൽക്കലോ ഇല്ല. ആദ്യ പറക്കൽ കലാപമാകും. ഇഗ്ലറ്റ് തെറ്റിയും പാഞ്ഞു പോകുകയും കാറ്റിനോട് പോരാടുകയും ചെയ്യും. എന്നാൽ ഓരോ തവണയും അതു വീണാൽ അമ്മ അവിടെ തന്നെ ഉണ്ടാകും. അത് ഉയർത്തി സ്ഥിരമാക്കി വീണ്ടും ആകാശത്തിലേക്ക് തള്ളി. ഓരോ വീഴും ഒരു പാഠമാണ്. കാറ്റിനെ എതിർത്ത് വീഴുന്ന ഓരോ ചിറകിനുറപ്പും ശക്തിയിലേക്കുള്ള ഒരു പടിയാണ്. ഒടുവിൽ ആദ്യം ക്ഷീണമുള്ളതും മറഞ്ഞതുമായ ചിറകുകൾ സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണങ്ങളാകുന്നു. ഈഗിളുകൾ ദയാനിധികളായ കുട്ടികളെ വളർത്താറില്ല, ഭയത്തിലൂടെ പഠിപ്പിക്കാറില്ല, ദുർബലമാക്കുന്നവരെ രക്ഷിക്കാറില്ല. ജീവിതത്തിൽ സ്നേഹം പലപ്പോഴും ആശ്വാസമല്ല, അതൊരു ശക്തിയാണ്. ഒരു കാര്യം മാത്രമാണ് അത് നിന്നിൽ ചോദിക്കുന്നത്: പറക്കുക, അല്ലെങ്കിൽ പറക്കുക.